ഈ വീഡിയോന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം തന്നെ പറയാം, ഇതൊരു സേവ് ദ ഡേറ്റിന്റെ ബിഹൈൻഡ് ദ സീൻ വ്ളോഗാണ്. സേവ് ദ ഡേറ്റ് ബിടിഎസിന് ഇപ്പൊ എന്താ അത്ര പ്രത്യേകത എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. എന്നാലൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഷൂട്ടിന് ക്യാമറമാൻ ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ക്യാമറമാൻ ഇല്ലാതെ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോയ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വ്ളോഗ്. മിഷൻ അക്കംപ്ലിഷ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, കൊറേ നാളായിട്ട് ഈ സാധനം പറയാത്തോണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാ ക്യാമറമാൻ ഇല്ലാതെ ഞാനും എന്റെ ഫിയാൻസി മാത്രമായിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോണത്. എവിടേക്കാ പോണത്? കുഴുപ്പുള്ളി ബീച്ച്. ഓക്കെ, കുഴുപ്പുള്ളി ബീച്ചിൽ ഒരു മോഡേൺ എന്ന് പറയല്ലേ, മോഡേൺ ഔട്ട്ഫിറ്റ് ആണ് നമ്മുടെ ഉദ്ദേശം. ഔട്ട്ഫിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അറിയില്ല, ഫോട്ടോസും വീഡിയോസും എടുക്കണമെന്നുണ്ട്. ആകെ നമ്മുടെ കയ്യിലുള്ളത് ട്രൈപോഡ് മാത്രമാണ്. ആ ട്രൈപോഡ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ ശ്രമിക്കാം, അല്ലേ? അതെ, നോക്കാം. നമ്മള് ബീച്ചിൽ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഞങ്ങൾ ലൊക്കേഷനിലെത്തി ഗൈസ്. നീ ട്രൈപോഡ് സെറ്റ് ചെയ്തു, നമ്മൾ നിൽക്കുന്നു, നമ്മൾ പോസ് ചെയ്യുന്നു, നമ്മൾ എടുക്കുന്നു. വീണാൽ പിന്നെയും ശരിക്കും ഒരു ക്യാമറമാനെ വെച്ച് ചെയ്താൽ വളരെ ഈസി ആയി ചെയ്യാനും പറ്റും. നല്ല വൃത്തിയുള്ള ഔട്ട് നമുക്ക് കിട്ടും. ഇതൊന്നും അറിയാതെയല്ല ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. ഞങ്ങൾ വിചാരിച്ചത് വേറെ രീതിയിലാണ്. ഇതൊരു ഫൺ ഹാപ്പി മെമ്മറി ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. ആരും ഈ പണിക്ക് ഇറങ്ങണ്ട. ഒരുമിച്ച് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കുറച്ച് ഫണ്ണായ മെമ്മറീസ് തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്തൊരു കഷ്ടപ്പാടല്ലേ. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വരികയും ചെയ്തു. നല്ല ബുദ്ധിമുട്ടാ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോ കയ്യിലാകെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. മുഖം കഴുകാനും വെള്ളമില്ല, കുടിക്കാനും വെള്ളമില്ല, കടലിറച്ച് വെള്ളമുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ഇങ്ങനെ ഒറ്റയ്ക്ക് ഫോട്ടോ ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ എടുക്കണമൊക്കെ സംഭവം ഫണ്ണാണ്. പക്ഷെ എന്താ പറയാ, നല്ല ഇതുപോലെ പറ്റിയാവും. പിന്നെ ഇതുപോലെയുള്ള വ്ളോഗ്സ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. മണ്ടത്തരങ്ങളാവുന്നു മാത്രം. ആ ഒരു ഷൂട്ട് കഴിഞ്ഞ് റിട്ടേൺ പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. ആ ഒരു ഈവനിങ് നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്തു എന്നത് ഇതിലെ നമ്മുടെ എനർജി കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും കപ്പിൾസ് ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്കിടയിലെ ബോണ്ട് കൂട്ടാൻ ഹെൽപ്പായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. സോ ഇതുപോലെയുള്ള പല വെറുപ്പിക്കലും ഇനിയും ഈ ചാനൽ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ സഹിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സ്റ്റേ ട്യൂൺ ഫോർ മോർ ഫൺ. എന്തായാലും മറ്റു വീഡിയോ കാണാം. ബൈ. ബൈ.